നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വ്യക്തിയുടെ ശരിക്കുമുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഇമോഷണൽ ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് 1, ഇത് 2, ഇത് 3 കേട്ടോ. അപ്പോ 1, 2, 3 ഇതില് ഈ നമ്പറിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പൊ സെലക്ട് ചെയ്തോളൂ. അപ്പൊ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ്, ഇമോഷൻസ് എന്താണ്, എങ്ങനെയാണ് ആ വ്യക്തി റിലേഷൻഷിപ്പിനെ കാണുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഭഗവാനെ നമഃ ശിവായ. അപ്പോൾ ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ നമഃ ശിവായ. നിങ്ങൾ തമ്മിൽ കുറെ ആർഗ്യുമെന്റ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ നിങ്ങൾ കാണുമ്പോ എന്തിനെങ്കിലൊക്കെ കുറിച്ച് നിങ്ങളുടെ ടേസ്റ്റുകൾ വ്യത്യാസങ്ങളുണ്ട്, അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഏത് നേരവും നിങ്ങൾ എന്താ പറയാ കൂടിച്ചേരും അല്ലെങ്കിൽ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വഴക്കല്ല, ആർഗ്യുമെന്റ്സിൽ ഒരാൾക്ക് മറ്റേയാൾ പറയുന്നത് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ നിന്നാണ് തുടങ്ങുന്നത് നോക്കാം. എന്നാലും ഈ വ്യക്തി നിങ്ങളോട് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങള് ക്യാരക്ടർ ഡിഫറെന്റ് ആണ്, ടേസ്റ്റുകൾ ഡിഫറെന്റ് ആണ്, എന്നാലും നിങ്ങളെ ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇത് ഒരു കാർഡിൽ നമുക്ക് എല്ലാം കൂടെ പറയാൻ പറ്റില്ല. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഒരു കാർഡിൽ ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് നിങ്ങളോട്. പക്ഷേ അടുത്ത കാർഡിൽ പറയുന്ന മൂവിങ് ഓൺ, ലെറ്റിംഗ് ഗോ, ലവിങ് യു എന്ന് വെച്ചാല് ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ശരിക്കും. പക്ഷേ എന്തോ ഒരു കാര്യം കൊണ്ട് ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ എനിക്ക് വയ്യ, ഇതെന്തൊരു തലവേദനയാണെന്ന് ഈ വ്യക്തി പറയുമ്പോഴും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പലതവണ ഇത് വേണ്ട. ഓരോ പ്രാവശ്യം നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് മീറ്റ് ചെയ്യും, അത് വഴക്കിൽ അവസാനിക്കും. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇത് വേണ്ട, നടക്കില്ല എന്ന് പറഞ്ഞു പോകും. പിന്നെയും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും തിരിച്ച് അതേ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നുണ്ട് ഈ വ്യക്തി. മനസ്സിലായോ? അപ്പൊ ഈ വ്യക്തിക്ക് ശരിക്കും ഇതൊരു ട്രാപ്പ് ആണോ എന്നൊരു പേടിയുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് വേറെ ആരെങ്കിലുമായിട്ട് നിങ്ങളൊരു ഫാമിലി ഉള്ള ഒരാളാണോ, അതോ ഈ വ്യക്തിക്ക് ഫാമിലി ഉണ്ടോ? ഈ വ്യക്തിക്ക് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഈ വ്യക്തിയെ ട്രാപ്പ് ചെയ്യാൻ പോവുകയാണെന്ന്? ഇപ്പൊ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് ആണോ? അതാണ് ലെഫ്റ്റ് യു ഹാങ്ങിങ് എന്നാണ് പറയുന്നത്. ഒന്നും പറയാതെ ഇറങ്ങിപ്പോയ പോലെ. നിങ്ങള് ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങള് മാരീഡ് ആയ ഒരാളുമായിട്ടാണ് ഈ റിലേഷൻഷിപ്പ് ഉള്ളത്. അപ്പോ ഈ വ്യക്തി വളരെ സീക്രട്ട് ആയിട്ട് കൊണ്ടുവന്നിരുന്ന ഈ റിലേഷൻഷിപ്പ് ഈ വ്യക്തിയുടെ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആരോ അറിയാനിട വന്നു. അത് നിങ്ങള് ആരോടോ പറഞ്ഞിട്ട്, നിങ്ങൾ ഓർക്കാതെ ആരോടോ ഇത് തുറന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി ചെന്ന് ഇവരുടെ വൈഫിനോടോ ഹസ്ബൻഡിനോടോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവരെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുമെന്നൊരു ചിന്ത ഇവർക്കുണ്ട്. അപ്പൊ നിങ്ങളിങ്ങനെ പുറകെ, നിങ്ങൾ ഇത്രയും ചിരിച്ച് കളിച്ച് വളരെ സ്നേഹത്തോടെയൊക്കെ സംസാരിച്ച് നിങ്ങൾ തമ്മിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടായെങ്കിലും നിങ്ങൾ തമ്മിൽ വളരെയധികം യോജിപ്പ് ഉണ്ടായിരുന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോ ഈ വ്യക്തിക്ക് തോന്നുന്നത് നിങ്ങൾ അവരെ പുറകിൽ നിന്ന് കുത്തിയ പോലെയാണ്. കാരണം അവരുടെ ഫാമിലിയിൽ നിങ്ങൾ കാരണം പ്രശ്നമുണ്ടായി എന്നതാണ് ഇവിടെ പ്രശ്നം. പക്ഷേ അതൊരു വലിയ കാര്യമാണോ എന്ന് എനിക്ക് അറിയില്ല. അല്ലെ, ഈ വ്യക്തിക്ക് ഫാമിലി ഉണ്ട്, അയ്യോ ഫാമിലി അറിയാൻ പാടില്ല എന്നത്ര കാര്യമുള്ള ഒരാളാണെങ്കിൽ എന്നാ പിന്നെ റിലേഷൻഷിപ്പിൽ കയറി എന്തിനാ, അല്ലെ? അപ്പൊ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ മുങ്ങിക്കളഞ്ഞേക്കാണ് കേട്ടോ, നിങ്ങളെ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങള് നല്ലോണം ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഒരു ചീത്ത ഒരു കളി നടത്തിയതാണെന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. കാരണം ഈ വ്യക്തിയെ അവരുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ ആ വ്യക്തി അവരുടെ ഫാമിലി ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന്
നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ എന്തോ ഒരു കള്ളത്തരം ഇതിനകത്ത് കാണിച്ചു എന്നാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യക്തി മുങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ ഒരു ഫാമിലിയുള്ള ഒരു വ്യക്തി, സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ അവർ പ്രതീക്ഷിച്ചിട്ട് വേണ്ടേ ഇറങ്ങാനായിട്ട്, അല്ലെ? അതാണ് എൻ്റെ ഒരു ചിന്ത. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ, ഈ വ്യക്തിയുടെ ശരിക്കുമുള്ള ഫീലിങ്സ് ഇതാണ്. അപ്പൊ ഇത് അത്ര വലിയ നല്ല റിലേഷൻഷിപ്പ് ആണോ, നിങ്ങൾക്ക് നല്ലതാണോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അതാണ് ആദ്യത്തെ അവരുടെ ശരിക്കുമുള്ള, നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയുടെ ശരിക്കുമുള്ള ഫീലിങ്സ്. ഇനി രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിനോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരാളാണല്ലോ. നെഗറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. ഷോക്കിംഗ് ന്യൂസ്, ഫീലിംഗ് ലൈക്ക് ഓ, നിങ്ങൾ ബ്ലാക്ക് മാജിക്കിലൂടെ ഈ വ്യക്തിയെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. ഈ വ്യക്തി അത്ര വലിയ കഴിവുള്ള ഒരു വ്യക്തിയാണോ, അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരാളാണോ ഈ വ്യക്തി നിങ്ങൾ ബ്ലാക്ക് മാജിക്കിൽ കൂടെ ഈ വ്യക്തിയെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് ഈ വ്യക്തി റിജക്ട് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. ഞാൻ വളരെ സ്പിരിച്വൽ ആയ ഒരാളാണ്, അപ്പൊ എൻ്റെ അടുത്ത് നിങ്ങളുടെ ഈ ബ്ലാക്ക് മാജിക് ഒന്നും നടക്കില്ല. നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് റിലേഷൻഷിപ്പ് വെച്ചത് തന്നെ അത് വലിയൊരു റിഗ്രറ്റ് ആണെന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പോ നിങ്ങൾ കാരണം ഈ വ്യക്തി ഇതിപ്പോ മാരേജ് ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ തമ്മിലും കൂടെ മാരേജ് ആണെങ്കിൽ ഈ വ്യക്തി ഡിവോഴ്സിന് ട്രൈ ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് റിജക്റ്റ് ചെയ്യാണ്. അപ്പോ എന്നോട് എല്ലാവരും പറഞ്ഞതാണ് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു റിലീജിയൻ ഫോളോ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ചിട്ട രീതികളുണ്ട്, നമ്മളെ വിശ്വാസങ്ങൾ. വേറൊരു റിലീജിയനിൽ നിന്ന് വരുന്ന ആൾക്ക് നമ്മളുടെ ചിട്ടകളും ആ ഒരു ജീവിത രീതിയൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളുടെ വിശ്വാസങ്ങളെ ചിലപ്പോൾ അവർ ചോദ്യം ചെയ്യും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ വിവാഹത്തിന് മുമ്പ് തന്നെ ആരോ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഈ വ്യക്തിയുടെ ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫുമായിട്ട് അഡ്ജസ്റ്റബിൾ ആകില്ല എന്ന്. അപ്പൊ ഈ വ്യക്തി പറയുന്നത് അതിപ്പോ അവരൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല, ഞാനത് കേൾക്കാതെയാണ് ഈ വിവാഹത്തിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോ എനിക്കത് മനസ്സിലാകുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഡിവോഴ്സിലേക്ക് പോകുകയാണ്, ഞാൻ റിലേഷൻഷിപ്പ് റിജക്റ്റ് ചെയ്യാണ്, ഞാനിത് തുടക്കം മുതലേ വേണ്ടാന്ന് വെക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ തമ്മിൽ ഇത് തിരിച്ച് ഒന്നും ചെയ്യാൻ, റീകൺസിലേഷൻ ഒന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്, ഇതൊരു ഡിവോഴ്സിലേക്കാണ് പോകുന്നത്. കാരണം എൻ്റെ വിശ്വാസങ്ങളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഭയങ്കര വിശ്വാസമുള്ള, വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു ആളാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ എന്താ പറയാ, ഫാമിലിക്കൊക്കെ ഇതിന് എതിരായിരിക്കും നിങ്ങളുടെ വിവാഹത്തിന്. അങ്ങനത്തെ ഒരു ഇതാ കാണിക്കും. അപ്പൊ അവസാനം ഈ വ്യക്തിയും അവരുടെ അവരുടെ അഭിപ്രായത്തെ അക്സെപ്റ്റ് ചെയ്യാണ്. ഇത് തുടക്കം മുതൽ ഇത് വർക്ക് ചെയ്യില്ലായിരുന്നു, അബദ്ധം ചെയ്തതാണെന്നാണ് തലക്കടിക്കാൻ ഈ വ്യക്തി. ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ. ഓക്കെ, അതൊക്കെ ഉണ്ടാവും. ഓക്കെ, സോറി കേട്ടോ ഇങ്ങനൊരു റീഡിങ് കണ്ടതില്. എന്നാലും കാര്യം കണ്ടത് ഞാൻ പറഞ്ഞതാണ്. ഇനി മൂന്നാമത്തെ റിലേഷൻഷിപ്പിന്റെ നിങ്ങളുടെ വ്യക്തിയുടെ ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്, ഇമോഷണൽ ഫീലിങ്സ് എന്താണ്, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചിട്ടുള്ള ആ വ്യക്തിയുടെ ശരിക്കുമുള്ള ഇമോഷൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഇതൊരു ജോലി സ്ഥലത്തുള്ള ഒരു റൊമാൻസ് ആണോ? ഇവിടെ ഒരു പ്രശ്നം കാണിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലാണ്, പക്ഷെ ഈ റിലേഷൻഷിപ്പിലുള്ള ആളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ
നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വൈഫോ ഹസ്ബൻഡോ ആരോ രോഗശയ്യയിലുള്ള ഒരാളാണ്. അപ്പൊ ആം, ഇവിടെ ഒരു മരണം കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്താലും, നിങ്ങൾ ഓഫീസ് റൊമാൻസ് ആണെങ്കിൽ തന്നെ, നിങ്ങൾ വളരെ സീക്രട്ട് ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നെങ്കിൽ തന്നെ, ആം, ഇതിവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇവിടെ ആരുടെയോ ഭർത്താവോ ഭാര്യയോ അവർക്ക് എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ അവരെ ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ തമ്മിലുള്ള വിവാഹമെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് നടക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ പറയാ, അപ്പൊ ഇതിന്റെ തർക്കം നിങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട്. ചിലപ്പോ ഇതിലെ ആരുടെയോ ഒരാളുടെ വൈഫോ ഹസ്ബൻഡോ രോഗശയ്യയിലാണ്, എന്തോ മാരകമായ അസുഖമുണ്ട്. അപ്പൊ അവര് ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അവര്. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരാൾ അവര് അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും അവര് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണോ, അതോ അവര് ഒഴിവാകുന്നതാണോ നല്ലത് എന്ന ഒരു ചിന്ത നിങ്ങളത് തെറ്റോ ശരിയോ എന്ന് ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷെ അങ്ങനെ ഒരു ചിന്ത ആരുടെയോ മനസ്സിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഒളിച്ചോടുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തിയതാണ്. പക്ഷെ അപ്പോഴേക്കുമാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ പൊങ്ങി വന്നത് വെച്ചാൽ ഒരാൾക്ക് വയ്യാതായിരിക്കുന്നത്. അപ്പൊ ഇത് ഇട്ടു പോകാൻ പറ്റില്ല. റെസ്പോൺസിബിലിറ്റി ഉള്ള ആരും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാളെ ഉപേക്ഷിക്കാൻ റെഡിയാവില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഇതിപ്പോ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ, പക്ഷേ ഇത് ഒരു കാര്യം അവസാനിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് രണ്ടുപേരുടെയും ആ വ്യക്തിയുടെ എനർജി കാണിക്കുന്നത്. വ്യക്തി ശരിക്കും പറഞ്ഞാല് ഈ കൂടെയുള്ള ആള് പെട്ടെന്ന് പോകണമോ അല്ലെങ്കിൽ അവര് ദീർഘനാൾ ഇരിക്കണമോ എന്ന ഒരു ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവരോട് നിങ്ങൾക്കൊന്നും പറയാനും പറ്റില്ല. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ടെൻഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. മനസ്സിലായോ? കാരണം നിങ്ങള് ഈ എന്താ പറയാ ചുണ്ടിനോട് അടുത്ത് വന്ന ഒരു ചഷകം നിങ്ങൾക്ക് കുടിക്കാനും പറ്റുന്നില്ല, താഴെ വെക്കാനും പറ്റുന്നില്ല എന്ന അവസ്ഥയിലാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് രണ്ടുപേർക്കും ഒരു തീരുമാനവും ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. രണ്ടുപേരും മിണ്ടാതിരിക്കുകയാണ്. രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഈ ഒരു ടെൻഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും വല്ലാത്തൊരു അവസ്ഥയാണിത്. അപ്പൊ ദൈവം എന്തുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കാത്തിരുന്ന് കാണുക എന്താണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ലാസ്റ്റ് റീഡിംഗ്. അപ്പൊ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.